സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസിലെത്തി. നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ട്രെയിൻ ഇപ്പോൾ ഇവിടെ എത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 4:55, 5 മണിക്കാണ് ഇവിടെ എത്തേണ്ടത്. അത് ഫ്ലാഗ് ടൈമുള്ളതുകൊണ്ട് 4:55 തന്നെ എത്തുന്നു കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ പോയി ടിക്കറ്റ് എടുക്കാം. ഫുള്ള് തിരക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രെയിൻ ടിക്കറ്റ് ഇട്ടിരിക്കുകയാണ്. നമുക്കുള്ള ഫെയർ 60 രൂപയാണ്. നാഗപട്ടണം തിരുച്ചിറപ്പള്ളി 60 രൂപയാണ് ആയത്. നമുക്ക് നേരെ പ്ലാറ്റ്ഫോം 1ലാണ് വരുന്നത്. 16-187 എറണാകുളം എക്സ്പ്രസ് ആണ്. പ്ലാറ്റ്ഫോം നമ്പർ 1ൽ നമുക്ക് പ്രതീക്ഷിക്കാം. പ്ലാറ്റ്ഫോം നമ്പർ 1. പ്ലാറ്റ്ഫോം നമ്പർ 1ലാണ് നമ്മളുള്ളത്. അപ്പോൾ ജനറൽ കമ്പാർട്ട്മെന്റ് അവിടെ നല്ല ഇതൊക്കെ അതിൽ കയറാനുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ട്. കമ്പാർട്ട്മെന്റ് ഒക്കെ തിരക്കാണ്. എന്താ ചെയ്യുക? ആ സൈഡിൽ നിന്നാണെന്ന് തോന്നുന്നു വണ്ടി വരുന്നത്. എന്താ വരുന്നത്? എവിടെ വരില്ല? നാഗൂറുള്ളതാ? വണ്ടി 5:05 ഒരു 5 മണിയാണ്ട് സ്റ്റേഷനിലേക്ക് വരില്ല എന്ന് പറഞ്ഞത്. ഇപ്പം നാഗൂർ പിടിച്ചിട്ട് വെച്ചില്ല. അവള് വേണമെന്നറിയില്ല. നമ്മളവിടുത്തെ നിയമമെല്ലാം തോന്നുന്നു ഇവിടെ. അതുകൊണ്ടായിരിക്കാം. നമ്മളെ വണ്ടി ഞാൻ വെക്കുന്നുണ്ട്. എന്തായാലും നാഗപട്ടണത്തിന്റെ ഒരു ബോർഡ് അപ്പോഴേക്കും നമ്മൾ ട്രെയിൻ വരുമായിരിക്കും. നാഗപട്ടണം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇതുവരെയായിട്ടും നമ്മൾ ട്രെയിനും വന്നിട്ടില്ല. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇവിടെ എറണാകുളത്ത് എത്തുന്നൊരു വണ്ടിയാണ്. അതായത് പറഞ്ഞാൽ ഒരു 10-11 മണി സമയമാകുമ്പോഴത്തേക്ക്. അതിനുശേഷം എറണാകുളം, കോട്ടയം പാസഞ്ചറായിട്ട് ഇതിന് റൈറ്റ് ഷെയറിംഗ് ഉണ്ട്. അതിനുശേഷം നേരെ എല്ലാ ദിവസവും രാത്രിയാണ് ഈ വണ്ടി പുറപ്പെടുന്നത് ഇങ്ങോട്ടേക്ക്.
രാവിലെ 10:30 ആകുമ്പോഴേക്കും നാഗൂരെത്തും. അതിനുശേഷം 10 മിനിറ്റ് കഴിഞ്ഞാൽ വണ്ടി പിന്നെ കാരക്കൽ എത്തുന്നതാണ്. നമ്മളെ വണ്ടി വരുന്നുണ്ട് തോന്നുന്നു. അതിൻ്റെ ഹോണ് കേൾക്കുന്നുണ്ട്. നോക്കി നോക്കാം. നമ്മളെ വണ്ടിയാണ് വരുന്നുണ്ട്. ആ വരുന്നതാണ് നമ്മുടെ വണ്ടി. ഈ റോഡിന്റെ ലോക്കോ ആണെന്ന് തോന്നുന്നു. WAP4. നമ്മൾ സ്വന്തം ICF കോച്ചാണ്. നമ്മൾ ഇതിൽ ബുക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് കയറണം. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ അടിച്ച ലിവറിയാണ് വരുന്നത്. അരക്കോണത്തിന്റെ WAP4 22,713. ഇത് എറണാകുളം, ഇത് കോട്ടയം, ഇന്ന് എറണാകുളത്ത് വരും. എറണാകുളത്ത് നിന്ന് കാരക്കലേക്ക് വരും. കാരക്കൽ നിന്ന് താമ്പരത്തേക്ക് വേണ്ടി ഒരു സർവീസ് ഇപ്പോഴത്തെ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ താമ്പരത്ത് നിന്ന് പിന്നെയും കാരക്കലേക്ക് വരും. കാരക്കൽ നിന്ന് എറണാകുളം, വീണ്ടും കോട്ടയം, ഇങ്ങനെ റൗണ്ട് ട്രിപ്പാണ് ഇതിൻ്റെ ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ കോച്ചിലേക്ക് പോവാം. നമ്മുടെ കോച്ച് വരുന്നത് ജനറൽ കോച്ചാണ്, ചെന്നൈ എഴുമ്പൂർ. ഇതിൻ്റെ സ്ലീപ്പറിലൊന്നും ഇപ്പോൾ ഒരാളില്ല. സംഭവം ഇവിടുന്ന് തന്നെയാണ് ഏകദേശം ഇതിന് ആൾക്കാർ കയറുന്നത്. ഇതിന് ടീ ഗാർഡൻ എക്സ്പ്രസ് എന്നൊരു പേര് വിളിക്കുന്ന കേൾക്കാറുണ്ട്. കാരക്കൽ എറണാകുളം ടീ ഗാർഡൻ. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കാരണം ഇനി നമുക്ക് ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വിഷ്വൽസ് ഷൂട്ട് ചെയ്യാം. നാഗ്പൂരേക്ക് പോകുന്ന ഡെമു പ്ലാറ്റ്ഫോം 3 നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഡെമു പ്ലാറ്റ്ഫോം 3 നിന്നും പോയി കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോ ജനറലാണുള്ളത്. ജനറൽ നമുക്ക് നിൽക്കാനുള്ള സൗകര്യം നല്ലുണ്ട്. നമുക്കിപ്പോ അവസാനം വരെ നിൽക്കല ഉണ്ടാവും. തിരുച്ചിറപ്പള്ളി ഇവിടുന്ന് അങ്ങോട്ട് സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. ഇവിടുന്ന് 5:05 എടുക്കേണ്ട വണ്ടിയാണ്.
ഇപ്പോൾ 5:15 ഇതുവരെ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഇവിടെ എത്തിയത് 4:50 നാഗപട്ടണത്ത് എത്തിയത്. അതുകൊണ്ട് തീരെ എന്തായാലും പോകാൻ പറ്റില്ല. ഇനി അവിടെ പോയാൽ തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വണ്ടിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. 5:05 പുറപ്പെടേണ്ട ഈ വണ്ടി ഇപ്പം പുറപ്പെടുന്നത് 5:25 20ഓളം മിനിറ്റ് ഇപ്പോൾ ഡിലേ ആയിട്ടാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. മീൻ കൊടുത്താണ് ആ ലൈന് നേരെ വേളാങ്കണ്ണിക്ക് പോകുന്ന വേളാങ്കണ്ണിക്ക് പോകുന്ന അതിലൂടെയാണ് തിരിച്ചു പോകുന്നത്. നമ്മള് തിരുച്ചിറപ്പള്ളി വണ്ടി വന്നത് 3 പേരായിരുന്നു. നാഗപട്ടണം ജംഗ്ഷനായി മാറി. നേരത്തെ വന്നത് സംശയം വന്നിട്ട് മുമ്പടത്തെ തിരുവാറൂർ
ഏത് വർഷം ഫോട്ടോ ഇപ്പൊ ഈ റംസാൻ മുമ്പാ ചിലപ്പോ കണ്ടാൽ കണ്ടാറിയിരിക്കും തന്നെ. എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും ആയിട്ട് നല്ല കണ്ടു. ഇപ്പം നിങ്ങളടുത്ത് തന്നെ എത്ര പെട്ടിട്ടായി ഫോട്ടോ ഉണ്ടോ? തുറവൂർ ജംഗ്ഷൻ എപ്പാട്ട്. വാട്സപ്പ് പള്ളി എത്തിയ സ്ഥിതിക്ക് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പള്ളി കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ റിട്ടയറിംഗ് റൂം പ്ലാറ്റ്ഫോം 1A പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്താണുള്ളത്. അതുപോലെ തന്നെ VIP ലോഞ്ചും ക്ലോക്കുമൊക്കെ ഇവിടെയാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ബോർഡ്. പുതുച്ചേരി മംഗളൂരു എക്സ്പ്രസ് വണ്ടി 2 രൂപത്തിൽ യാത്ര ഉണ്ട്. ഒന്ന് മംഗലാപുരം പുതുച്ചേരിക്ക് 16,855 856 അങ്ങോട്ടും ഇങ്ങോട്ടായി സേലം വഴി പോകുന്നതുണ്ട്. പക്ഷേ നമ്മൾ യാത്ര ചെയ്യുന്നത് 16,857 ഈ നമ്പറിൽ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ വഴി ഈ യാത്ര ചെയ്യുന്നുണ്ട്. അതാണ് ഇത്. ഇപ്പോൾ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് നാഗപട്ടണത്തിൽ നിന്ന് തിരുച്ചിറപ്പള്ളി വന്ന് അവിടെ നിന്ന് കോഴിക്കോട് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ മുമ്പ് ഷൊർണൂർ മുതൽ ഫറോക്ക് വരെ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ്സിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അതിനെ നമ്മൾ ഫറോക്ക് പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് നമ്മുടെ വണ്ടി മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ സ്റ്റേഷനിൽ ഡിപ്പാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് പോകാനുള്ള വണ്ടി അഥവാ തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് ഇപ്പോൾ
പ്ലാറ്റ്ഫോം 4 കോഴിക്കോട് സ്റ്റേഷൻ്റെ 4-ാം പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ കടന്നു വരും. ഇത് നമുക്ക് പോകേണ്ടത് ജനറൽ കോച്ചിലാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ആകെ തിരുവനന്തപുരത്തേക്കുള്ള മാത്രമേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി മുന്തിരിയിലേക്കും അവിടുന്ന് പിന്നെ നാഗപട്ടണത്തു നിന്ന് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് കോഴിക്കോട് വരെ ഒക്കെ ബുക്ക് ഇല്ലാതെ പോയ ഇതാണ്. ഇത് നമുക്ക് അതുപോലെ വരുന്നു. അങ്ങ് ദൂരത്ത് നമ്മുടെ വണ്ടിക്കാർക്കുള്ള സ്വാഗതം. 5, 7, 8 ജാംനഗർ നിന്നും ആലപ്പുഴ വഴി തിരുനെല്വേലി വരെ പോകുന്ന ജാംനഗർ തിരുനെല്വേലി എക്സ്പ്രസ് കോഴിക്കോട് സ്റ്റേഷൻ 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. यात्री के कृपया ध्यान दें, गाड़ी संख्या 1957 जामनगर तिरुनेलवेली एक्सप्रेस कोഴിക്കോട് स्टेशन प्लेटफॉर्म क्रमांक 1 पर खड़ी है. For the kind attention of passengers, train number 1957 जामनगर तिरुनेलवेली एक्सप्रेस is on कोഴിക്കോട് स्टेशन प्लेटफॉर्म number 1. നമ്മുടെ വണ്ടി കടന്നു വരും. ലോക്കോപ്പായിട്ട് നമുക്ക് ലൈറ്റ് ഇട്ട് കാണിച്ചിരിക്കുകയാണ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1957 ജാംനഗർ നിന്നും ആലപ്പുഴ വഴി തിരുനെല്വേലി വരെ പോകുന്ന ജാംനഗർ തിരുനെല്വേലി എക്സ്പ്രസ് 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഉടനെടുക്കുന്നു. WIP 7 30784 പുതുതായി LHB ആയ വണ്ടിയാണിത്. റോഡ് ഫുള്ള് തിരക്കാണ്. ഗെയിലുകാരനാവുന്നെങ്കിൽ നോക്കട്ടെ. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു നമ്മൾ പോയത്. വ്യാഴം, വെള്ളി, ശനി, ഞായറാകുമ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. WIP 7 30784 റോഡ്. അങ്ങനെ കണ്ണൂർ എക്സ്പ്രസ് എന്നും പറയാറുണ്ട്. എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. നമ്മൾ വീഡിയോയിൽ ഒരു ക്ലിപ്പ് കാണിച്ചിട്ടുണ്ട്. അതായത് ബാത്റൂമിൻ്റെ കണ്ണാടിയും അതിൻ്റെ കൂടെയുള്ള വാഷ് ബേസിലുള്ള കണ്ണാടിയും രണ്ടും പൊട്ടിച്ച് മതി. വണ്ടി LHB ആയിട്ട് 2 മാസം. ആ സമയത്ത് തന്നെ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ചെയ്യുക? ഇപ്പോൾ വടകര, നമ്മുടെ സ്വന്തം വടകര ശീകരിച്ച ബാത്റൂം ഫെസിലിറ്റീസ്. ഇതിലേക്ക് കാണുന്ന റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനുകളും അമൃത് ഭാരത് സ്കീമിലൂടെ റിനോവേഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ വടകര റെയിൽവേ സ്റ്റേഷൻ റിനോവേഷൻ നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്ര മുൻചൊക്കെ ഉള്ളത്. നമുക്ക് സ്റ്റേഷൻ്റെ പാർക്കിംഗ് മുതൽ മൊത്തം ഒന്ന് കാണാം. കാർ പാർക്കിംഗ്, ഇവിടെ ബൈക്കിൻ്റെ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വടകര റെയിൽവേ സ്റ്റേഷൻ. നല്ല മനോഹരമായ ഗാർഡനൊക്കെ ഉണ്ട്.
ഇവിടെ എന്തോ സെറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്കത് നോക്കി നോക്കാം. ഒരു കുളമാണെന്ന് തോന്നുന്നു. ഇവിടെ കുളമാണ്. ഇതിനൊക്കെ ആവശ്യമായ വെള്ളമൊക്കെ എടുക്കാനുള്ള കുളമാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ എത്രത്തോളം ഭംഗിയായി സൂക്ഷിക്കുന്നോ അവിടെയാണ് ഇതിൻ്റെ വിജയം. അല്ലാതെ നിർമ്മിക്കാൻ കുറച്ച് കണ്ട് ഇത് കൊട്ടി വെച്ചാൽ പെട്ടെന്ന് സംഭവിക്കും. പക്ഷേ അതിനെ എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നു അവിടെയാണ് വിജയം. വടകര റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോം, അഥവാ നമ്മൾ നേരത്തെ കാണിച്ച എൻട്രിയാണിത്. ആ കാണുന്ന ബോർഡ്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് നടക്കുമ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി കാണാം. ഞാൻ സ്ഥിരം ഇതുവഴി നടക്കാറാണ് പതിവ്. വടകര റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോഴൊക്കെ നടക്കാറാണ് പതിവ്. ഇതൊക്കെ റിസർവേഷനുള്ള ഒക്കെ ഉണ്ട്. ഈ ജംഗ്ഷൻ എത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞതായിരിക്കുന്ന ജംഗ്ഷൻ. ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ കൈനാട്ടി തലശ്ശേരി ഭാഗത്തേക്കും, വലത്തോട്ട് പോയാൽ നേരെ കോഴിക്കോട് ഭാഗത്തേക്കും പോകാം. വലത്തോട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇടത്തോട്ടേക്ക് തിരിച്ചാൽ നമുക്ക് നേരെ വടകര റെയിൽ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ആ ഓട്ടോറിക്ഷയും കാറും പോയ ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. പ്രത്യേകം ശ്രദ്ധ, ഇത് 1 വേ റൂട്ടാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രം സഞ്ചരിച്ചാൽ നമുക്ക് നമ്മുടെ വടകര ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ട് റിക്ഷയാക്കേണ്ട ആവശ്യം വലിയങ്ങളില്ല. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ റിക്ഷയാക്കുക നല്ലത്. പട്ടികൾ കിടക്കുന്നു. നമ്മളതിൻ്റെ പേരിൽ നടക്കുന്നു. വടകര ബസ് സ്റ്റാൻഡ്. അപ്പുറത്തെ ഭാഗത്താണ് കോഴിക്കോട് ബസ്സൊക്കെ നിർത്തിയിടുക. ഇവിടെയാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ പോകുന്ന ബസ് ഉണ്ടാവുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.